നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ആദ്യത്തെ ഒരു അനൗൺസ്മെന്റ് ചെയ്തേക്കാം. ഞാൻ പേഴ്സണൽ റീഡിങ്സ് ഇപ്പോൾ എടുക്കുന്നില്ല, കുറച്ച് ദിവസം കൂടെ ഒന്ന് സമയം തരും, ഞാൻ ആലോചിക്കട്ടെ. ഒരു പ്ലാനിങ് ചെയ്യാനുണ്ട് എനിക്ക് കുറച്ച്. ഓക്കെ, ടാരോ ക്ലാസ് പക്ഷെ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ടാരോ ബാച്ച് ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ടായി, കുഴപ്പമില്ല. ബട്ട് എന്നാലും ഞാൻ പുതിയ ബാച്ചസ് ആയിട്ട്, അതായത് ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് ഞാൻ വിചാരിച്ച കുറച്ച് പേര്, ഒരു 5 ആൾ, എത്ര പേരായാലും ശരി. ഓക്കെ, ഒരു 15 ദിവസത്തിൽ ഒരു മാസത്തിൻ്റെ ഇടയിൽ എത്ര പേര് ജോയിൻ ചെയ്യുന്നു അത്രയും പേരെ അങ്ങനെ ചേർത്ത് ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് ഞാൻ ക്ലാസ്സസ് ചെയ്തുകൊണ്ടിരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്, ടാരോ പഠിപ്പിക്കാൻ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്. ഓക്കെ, അതുകൊണ്ട് കൂടിയിട്ടാണ്. സോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക, ടാരോ പഠിക്കാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യൂ. ആൻഡ് നമുക്ക് ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. ഇന്നിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്താ നോക്കേണ്ടതെന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഓക്കെ, ആദ്യം ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇന്ന് ഫസ്റ്റ് നിങ്ങളുടെ ഫീലിങ്സ് എടുക്കാം, അതായത് നിങ്ങളുടെ ഒരു എനർജി എടുക്കാം ആദ്യം. ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് എനർജീസ് പറയാം. സോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ആദ്യം നിങ്ങളുടെ പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കുറച്ച് മാച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗവും നിങ്ങൾക്ക് മാച്ച് ആവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങളുടെ യു വേഴ്സസ് ദം എന്ന രീതിക്ക് എടുക്കാം. സോ ആദ്യം നിങ്ങളുടെ എടുക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ടുവേർഡ്സ് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ഇപ്പോൾ എന്താ നോക്കാം. അത് കഴിഞ്ഞിട്ട് പേഴ്സൻ്റെയും പറയാം. ഓക്കെ, സോ നിങ്ങളുടെ എനർജി ഫസ്റ്റ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് ഇപ്പോൾ എന്താ ചിന്തിക്കുന്ന? 3 of Cups. ഓക്കെ, സ്ട്രെങ്ത് ആൻഡ് 10 of Coins. ഓക്കെ, നിങ്ങൾ ആക്ച്വലി വളരെയധികം പേഴ്സണുമായിട്ട് മേ ബി ആഗ്രഹിക്കുന്നതായിരിക്കാം ഇത്. ഓക്കെ, സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. നിങ്ങൾക്ക് വേണ്ടത് ഈ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു കണക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് യെല്ലോ കളറാണ്. നിങ്ങളിപ്പോൾ കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച്. അത് എന്താ അതൊരു മാറ്റം വരാൻ നോക്കാം നമുക്ക്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ കുറച്ചൊരു പോസിറ്റീവ്നെസ്സിലേക്ക് വന്ന പോലെയുണ്ട്. സോ അത് മേ ബി എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നതോ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചെറിയ എന്തെങ്കിലും ഇൻഡിക്കേഷൻ കിട്ടി കാണാം, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മേ ബി നിങ്ങളിപ്പോൾ നിങ്ങളെ തന്നെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ദാറ്റ് ഓക്കെ, ഈ ബന്ധത്തിൽ നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലാണെങ്കിൽ കാണുന്നത്. ഇവിടെ നിങ്ങൾ സെലിബ്രേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, സന്തോഷങ്ങളായിട്ട് നിങ്ങൾ പേഴ്സണുമായിട്ട് കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ഒരു ഫീലിംഗ് അറ്റ്ലീസ്റ്റ് ഉള്ളിൽ നിന്ന് എന്തുകൊണ്ടോ നിങ്ങൾക്ക് മേ ബി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മേ ബി പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കാണാം, അതായിരിക്കാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും, ദാറ്റ് ഒരു പോസിറ്റീവ് ഫീലിംഗ് വന്ന പോലെയുണ്ട് ഇപ്പോൾ. സ്ട്രെങ്ത് കാണുന്നുണ്ട്. സോ നിങ്ങൾ ഈ ബോണ്ട്, നിങ്ങൾ അവരുമായിട്ട് വളരെ ക്ലോസ് ബോണ്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിപ്പോൾ നമ്മൾ പറയില്ലേ, സോൾ ബോണ്ടാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. ദൂരെ ആണെങ്കിലും എവിടെയാണെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എവിടെയോ അവരുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് 10 of Coins പറയുന്നത് നമ്മൾ ഫാമിലി എന്ന രീതിയിലാണ്. സോ നിങ്ങളും ആക്ച്വലി ഇതിലൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊരു ഫാമിലി പോലെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റി, അതായത് ഓക്കെ നമ്മൾ അധികം അപ്പ് ആൻഡ് ഡൗൺ അല്ലാതെ ഒരു നല്ല സ്റ്റേബിൾ മേ ബി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. മേ ബി ഇപ്പോൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഐ തിങ്ക് അങ്ങനെ വലുതും ചാൻസസ് ഉണ്ട്. ഞാൻ പേഴ്സൻ്റെ കൂടെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മേ ബി ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹമായിരിക്കാം. ബട്ട് എവിടെയോ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇപ്പോൾ ഒരു എന്തുകൊണ്ടോ നിങ്ങൾക്കൊരു പോസിറ്റീവ്നെസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്തപ്പോൾ നിങ്ങൾ ഇത്ര പോസിറ്റീവ് ആവാനിപ്പോൾ എന്താണ്? ലെറ്റ്സ് സീ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ തിരിയുന്നതുമാവാം. ഓക്കെ, മേ ബി അങ്ങനെയാവാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സന്തോഷങ്ങളിലേക്ക് തിരിയുന്നതായിരിക്കാം. ഓക്കെ, പേഴ്സണിനെ കുറിച്ച് ആവണമെന്നില്ല. മേ ബി നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും, നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ നിങ്ങൾ മറികടക്കാൻ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇന്നർ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിരിക്കാം. ചിലപ്പോൾ കുറച്ച് പേർക്ക് അങ്ങനെയാവാം. ഓക്കെ, സോ നിങ്ങളുടെ സ്റ്റെബിലിറ്റിയിലേക്ക്, നിങ്ങളുടെ ജോലി, കരിയർ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയും ആവാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ എന്താണ് ഇപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഫീലിങ്സ് പേഴ്സണിനെ കുറിച്ച് ഇപ്പോൾ എന്തായിരുന്നു നോക്കട്ടെ. അപ്പോൾ നമുക്ക് 4 of Swords മാറി നിൽക്കുന്ന ഒരു എനർജി. ഓക്കെ, 8 of Cups. യെസ്, അപ്പം ഞാൻ പറഞ്ഞ സംഭവമാണ്. ഓക്കെ 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 ഐ തിങ്ക് എനിക്ക് കാണുന്ന ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് ആവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു. ശരിയാണ്, നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഐ തിങ്ക് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, നിങ്ങൾ വേദനിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ലാതെ ഡിപ്രഷൻ വരെ പോയി കാണാം, നിങ്ങളെ വല്ലാതെ ഒരു അപ്സെറ്റായി കാണാം. ബട്ട് ഐ തിങ്ക് നിങ്ങളിവിടെ വാക്ക് അവേ ഒരു ലൈക്ക് നിങ്ങളുടെ ഒരു എങ്ങനെ ഇത് പറയാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളുടെ ഒരു
ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ പേഴ്സണിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു എനർജി എനിക്ക് കാണുന്നുണ്ട്. അതിപ്പോൾ മാറി നിൽക്കുന്നത് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് വെക്കുന്നതായിരിക്കാം. കാരണം നേരത്തെ എനിക്കൊരു 9 of Wands ഞാൻ കണ്ടിരുന്നു, അപ്പോൾ ഞാൻ അത്ര ഓർത്തില്ല. ഓക്കെ, മേ ബി അപ്പോൾ നിങ്ങളൊരു ബൗണ്ടറി വെക്കുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണലിൽ നിന്ന് നിങ്ങളധികം അവരോട് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ പോകുന്നുണ്ടാവില്ല. ഓക്കെ, അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്താലും ഇല്ലെങ്കിലും മേ ബി നിങ്ങൾ അങ്ങോട്ട് അധികം പോകുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളായിട്ട് മാറി നിൽക്കുന്ന ഒരു എനർജി എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ടോട്ടലി വിട്ട് മാറി നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളെ വിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ ചേസിങ് എനർജിയിലല്ല ഇപ്പോൾ. ഓക്കെ, നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ വോൺസ് എനർജി നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണെങ്കിൽ നിങ്ങൾ അതിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത്. എൻ്റെ ലൈഫിനെ എനിക്ക് എങ്ങനെ ബെറ്റർ ആക്കാം, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി എനിക്ക് തോന്നുന്നു. പേഴ്സണിൽ നിന്നൊരു അറ്റൻഷൻ ഒരല്പം മാറിയിട്ട് നിങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതായിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ പേഴ്സൺ സെപ്പറേഷൻ നിങ്ങളെ വിട്ട് മാറിയ ആൾ തിരിച്ചു വന്ന് കാണാം. ഓക്കെ, ആ ഒരു എനർജി ഉണ്ട് ഇവിടെ, ഒരു ന്യൂ ബിഗിനിങ് വീണ്ടും പറഞ്ഞത്. സോ മേ ബി നിങ്ങളെ വിട്ടുപോയ പേഴ്സൺ തിരിച്ചു വന്ന് കാണാം. സോ 2 സിനാരിയോ ആണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ പേഴ്സൺ തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ ഐ തിങ്ക് നിങ്ങളിൽ തന്നെ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്ന് കാണാം, അതുകൊണ്ടായിരിക്കും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത്. സോ രണ്ടും എനിക്കിവിടെ കാണുന്നുണ്ട്. സോ 2 കാറ്റഗറി ആയിരിക്കാം ഇവിടുത്തെ. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഐ തിങ്ക് മേ ബി ഒരു റീകണക്ഷൻ നിങ്ങൾക്ക് വന്ന് കാണാം. സോ ന്യൂ ബിഗിനിങ് വീണ്ടും വന്ന് കാണാം, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് പേഴ്സൻ്റെ എനർജി കൂടി എടുക്കാം. ഐ തിങ്ക് എന്നാലേ ഇത് ശരിയാവുള്ളൂ. ലെറ്റ്സ് സീ പേഴ്സൻ്റെ എനർജി ടുവേർഡ്സ് നിങ്ങളെയും നിങ്ങളുടെ കണക്ഷനെയും. 2 of Swords, Knight of Cups, എംപ്രസ്. ഓക്കെ, പേഴ്സൺ തിരിച്ചു വന്ന ലക്ഷണം ആണ് ഇവിടെ എനിക്ക് കൂടുതലും വരുന്നത്. ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നിട്ടുണ്ട്. അവർ ഇതുവരെ ഒരു കൺഫ്യൂഷനിൽ നിന്ന് കാണാം. യെസ്, ഡെഫിനറ്റ്ലി തിരിച്ചു വന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. യെസ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് വന്ന് കാണും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഓഫർ വന്ന് കാണും. അവർ ഇപ്പോൾ നിങ്ങളുടെ ഒരു വാല്യൂ റിയലൈസ് ചെയ്യുന്ന പോലെയാണ്, നിങ്ങളെ ചൂസ് ചെയ്യുന്ന പോലെയാണ്. 2 of Swords പറയുമ്പോൾ അവർ ഇതുവരെ മേ ബി ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവർക്ക്, എന്ത് ചൂസ് ചെയ്യണം, എന്ത് വേണം എന്നവർ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു അവർ. ഓക്കെ, മേ ബി തേർഡ് പാർട്ടി ആയിരിക്കാം, കാരണം ഇവിടെ തേർഡ് പാർട്ടി എനർജി നേരത്തെയും ഫീൽ ചെയ്തിരുന്നു. സോ മേ ബി തേർഡ് പാർട്ടി ആയിരിക്കാം, വേറെ ആരെങ്കിലും ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, എന്ത് തന്നെയായാലും ശരി. ഓക്കെ, നിങ്ങളെ ഇപ്പോൾ ചൂസ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് കുറച്ചുകൂടി സ്നേഹത്തോടെ സംസാരിക്കുന്നു, റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നത് അവരൊരു എംപ്രസ് എന്ന രീതിയിൽ കാണുന്നുണ്ട്. നിങ്ങളോടൊരു റെസ്പെക്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലേഡീസ് ആവണം നിർബന്ധമില്ല, ജെൻസ് ആയാലും. ഓക്കെ, നിങ്ങളോട് റെസ്പെക്ട് ഇപ്പോൾ അവർ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളോടൊരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ വളരെയധികം കെയർ, മേ ബി അവർ റിയലൈസ് ചെയ്ത് കാണും ദാറ്റ് അവർ ലൈഫിൽ അവരെ ഒരുപാട് കെയർ ചെയ്യുന്നത്, അവരെ ഒരു വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കെയർ ചെയ്ത്, അല്ലെങ്കിൽ അവരെ ലൈഫിനെ തന്നെ എവിടെയോ ബെറ്റർ ആക്കാൻ നിങ്ങളെ കൂടെ നിന്നിട്ടുണ്ടാവും. അതൊക്കെ അവർ തിരിച്ചറിയുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റ് അല്ലെങ്കിൽ കെയർ എന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. സോ തിരിച്ചു വരുന്ന ഒരു ലക്ഷണമാണ് പേഴ്സൺ ഒരു റൊമാൻറ്റിക് ഓഫറുമായിട്ട് വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. കുറച്ച് പേർക്ക് ഓൾറെഡി മെസ്സേജ് വന്ന് കാണാം, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അവരുടെ ഫീലിങ്സ് നിങ്ങളോട് അതുകൂടി എടുത്തേക്കാം. വെറുതെ ഇല്ല. യെസ് ഓക്കെ. Two of Cups. Oh my God. എന്ത് സംഭവിച്ചു ഇവിടെ? ഞാൻ ഈ ഇടയിൽ ഒരു 4 ദിവസം മാറി എന്നപ്പോഴേക്കും ഇവിടെ ആകെ എന്തൊക്കെയോ മാറി മറിഞ്ഞല്ലോ. ഓക്കെ, എന്തായാലും വളരെ നല്ല പോസിറ്റീവ് കാർഡ്സ് വന്നിട്ടുണ്ട്, നമുക്ക് എടുത്തേക്കാം. ഓക്കെ, എന്താ പറ്റിയത് നിങ്ങൾക്കൊക്കെ? എന്തോ സംഭവിച്ചു. ഓക്കെ, എന്തായാലും നന്നായി, എന്തായാലും നല്ല കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പേഴ്സൺ ഇപ്പം നിങ്ങളെ വല്ലാതെ ലവേഴ്സ് എനർജി ആൻഡ് 2 of Cups എനർജിയാണ്, സോൾമേറ്റ് എനർജി, പാസ്റ്റ് ലൈഫ് കണക്ഷൻ എനർജി. നിങ്ങളോടിപ്പോൾ അവർ വളരെയധികം പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള ആ സ്ട്രോങ് ബോണ്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെങ്ങാനും മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ജയിച്ചു, ഞാൻ അത്രേ പറയുന്നുള്ളൂ. സോറി, ഞാൻ മറ്റേ പേഴ്സണിനെ ഞാൻ താഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല, ബട്ട് അവർക്ക് തിരിച്ചറിവ് വന്നു എന്ന് പറയാം. ബിക്കോസ് നിങ്ങൾ അത്രയും അങ്ങോട്ട് സ്നേഹം കൊടുത്തിട്ടുണ്ട്, അവരെ കെയർ ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾ മാറി നിന്നപ്പോഴാണ് ഐ തിങ്ക് അവർക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് അവർക്ക് നഷ്ടപ്പെടുന്നതെന്ന്. ഓക്കെ, അത് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു സ്ട്രോങ് കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. 2 of Cups എനർജി, ലവേഴ്സ് എനർജി, വളരെ സ്ട്രോങ് ബോണ്ട് ഓഫ് ലവ് വീണ്ടും അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് തിരിച്ച് വന്ന എനർജി ഞാൻ പറഞ്ഞത് തെറ്റല്ല. ഐ തിങ്ക് അവർ തിരിച്ച് വന്നിട്ടുണ്ട് പലർക്കും. എൻ്റെ ഇവിടെ പ്രിൻസസ് ഓഫ് സോൾസ് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അവർ. ഓക്കെ, അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്ന എനർജിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളായിട്ട് എങ്ങാനും മാറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് അറിയുന്നില്ല വാട്ട് ആർ യു ഡൂയിങ്. ഓക്കെ, അവർക്ക് നിങ്ങളത് പഴയ പോലെ നിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇപ്പോൾ അവരറിയാൻ ശ്രമിക്കുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, എന്താ പറ്റിയെന്ന് അവരും ഞാൻ ചോദിച്ചാൽ അതേപോലെ ഐ തിങ്ക് അവരും ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എനിക്കറിയുന്നില്ല ഈ പേഴ്സൺ എവിടെ.
വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, 7 of Coins എനർജി. ഇപ്പോൾ അവരാണ് വെയിറ്റിംഗ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവർ ഈ റിലേഷൻഷിപ്പിനെ ഇനി മുന്നോട്ട് എങ്ങനെയാണ്, നമുക്കിത് എന്താണ്, ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന, ലൈക്ക് ഇല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിനെ ഇൻവെസ്റ്റ് ചെയ്ത് അത് കൂടുതൽ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള ചിന്തകളൊക്കെയാണ് കാണുന്നത് എനിക്ക്. വാവ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. എൻ്റെ ഇവിടെ ഹെയർഫൻഡ് എനർജി ഉണ്ടായിരുന്നു. സോ യെസ്, എവിടെ ഒരു സ്പിരിച്വൽ കണക്ഷനായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും വളരെ നല്ല കാർഡ്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് മാച്ച് ആയിട്ടുണ്ടോ എനിക്കറിയില്ല. ഓക്കെ, ഉണ്ടെങ്കിൽ വളരെ നല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കുന്നു എന്നൊക്കെ ആണെങ്കിൽ ലൈക്ക് പേഴ്സൺ തിരിച്ച് വരുന്ന എനർജി അല്ലെങ്കിൽ ഓൾറെഡി വന്ന് കാണും. അവിടെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങളോട് ഒരുപാട് അവർക്ക് ഇപ്പോൾ ആ ഒരു ഫീലിംഗ് സിസ്റ്റം, സ്നേഹമൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മുന്നോട്ട് ഫ്യൂച്ചർ കൂടി നമുക്കൊന്നെടുക്കാം. ഓക്കെ, നമുക്ക് ഈ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഓ ഗോഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി എനിക്ക്. ഓക്കെ, ലെറ്റ്സ് സീ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്താ കാണുന്നത്. 6 of Swords, ഡെവിൾ എനർജി. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്കം എന്ന രീതിയിൽ എന്താ കാണുന്നത്. 5 Cups ആണ്. യെസ്, നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല പേഴ്സൺ ഇപ്പോൾ. ഓക്കെ, നിങ്ങളോട് ഒരുപാട് ഒബ്സഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്ത് തന്നെയായാലും ഇപ്പോൾ ഇവിടെ തിരിച്ച് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. എൻ്റെ ഇവിടെ ഡെവിൾ എനർജി എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ നിങ്ങളോട് ഒരുപാട് ഒബ്സഷൻ തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളോടുള്ള അട്രാക്ഷൻ, പാഷൻ എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഹൈ പ്രീസ്റ്റസും ഡെവിളും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കൊരു ഭയങ്കര സ്ട്രോങ് പുള്ളാണ് അവർ ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുള്ളാണ് ഇപ്പോൾ അവർക്ക് വരുന്നത്. ചില പേടികൾ ഉണ്ടാവാം മനസ്സിൽ. ഓക്കെ, ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. ബട്ട് എന്നാലും എനിക്ക് കാണുന്നത് ഇവിടെ നിങ്ങളോടുള്ള ആ ഒരു സ്ട്രോങ്, ആക്ച്വലി നിങ്ങളിവിടെ ഹൈ പ്രീസ്റ്റസ് എനർജിയിലാണ് നിൽക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പവർ മനസ്സിലാക്കുന്നുണ്ട്. അതിപ്പോൾ ജെൻസ് ആയാലും ലേഡീസ് ആയാലും എടുത്തോളൂ കേട്ടോ. ഓക്കെ, നിങ്ങളുടെ പവർ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ ശരിക്കും ഇപ്പോൾ സീക്രട്ടീവ് ആയ പോലെ, നിങ്ങൾ സീക്രട്ടീവ് ആയ പോലെ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ പേഴ്സണിന്. ഓക്കെ, ഐ തിങ്ക് അവർക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി, നിങ്ങൾ എന്തൊക്കെയോ സീക്രട്ടീവായിട്ട് ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ മാറ്റങ്ങൾ അവർ കാണുന്ന പോലെയാണ് ഒരുപാട്. അതൊക്കെ അവരെ ഒരു സ്ട്രോങ് ആയിട്ട് അവരെ പുള്ളി ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വെറുതെ അല്ല തിരിച്ച് ഓടി വരാൻ നിൽക്കുന്നത്. ഓക്കെ, ഒരു ആക്ഷനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. Ace of Cups, 7 of Wands, 5 Wands. ആൻഡ് ഓക്കെ, വലിയൊരു ചേഞ്ചാണ് ഇവിടെ വരുന്നത്. ഒരു വളരെ സണ്ണാണ്, ഡെത്ത് ആൻഡ് സണ്ണാണ് വരും. Queen of Cups. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഒരു മാറ്റം, നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ Queen of Cups എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഗിവിങ് എന്ന രീതിയിൽ പറയും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ തന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്ന രീതിയിലാണ്. അവരിപ്പം നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ആ പഴയ രൂപം അവർ ആഗ്രഹിക്കുന്ന പോലെയാണ്. ഒരു ചേഞ്ചാണ്. ആക്ച്വലി ഈ കാർഡ് നിങ്ങൾ നോക്കിയാൽ ഇത് ഒരേ 2 വ്യക്തികളുണ്ട് ഇവിടെ. ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരാൾ ഇങ്ങോട്ട്. ഒരു ഗ്ലോയിങ് ആണ് കാണുന്നത്. സോ നിങ്ങളിലാണ് മാറ്റം. ഈ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാറ്റം കാരണമാണ്. Ace of Cups എനർജി പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഓഫറുമായിട്ട് വരുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് സ്നേഹത്തിൻ്റെ ഒരു ഓഫറുമായിട്ട് വരുന്നുണ്ട്. 7 of Wands, അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാവുന്നുണ്ട്. വേറെ എന്ത് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ശരി, മേ ബി അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ വേറെ ആരും ഉണ്ടെന്ന്. ഓക്കെ, അങ്ങനെ കോമ്പറ്റീഷൻ അവർക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് എന്തുണ്ടെങ്കിലും അവരെനിക്ക് മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പോലെയാണ്. ഒരു ചേഞ്ചാണ്, ബിഗ് ചേഞ്ചാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ്. ആൻഡ് സൺ ആൻഡ് Queen of Cups. യെസ്, നിങ്ങൾ കൊടുക്കുന്ന ആ സ്നേഹം, സന്തോഷം, അതവർക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ. ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് ഐ തിങ്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു, അവരിപ്പോൾ നിങ്ങളെ തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ട്, തിരിച്ച് വരുന്ന ലക്ഷണമാണ്. നിങ്ങളെങ്ങാനും ഈ റീഡിങ് നിങ്ങളുടെ ഭാഗം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ആവാനെങ്കിലും ശ്രമിക്കുക, അങ്ങനെ ആവണം എന്ന് തീരുമാനിക്കുക. ഓക്കെ, നിങ്ങൾ അത്രയും നിങ്ങൾ ഹാപ്പി ആയിട്ടും നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്തിട്ടൊക്കെ നടക്കുക. നിങ്ങൾ അതിൽ പേഴ്സൻ്റെ ഭാഗത്തുനിന്നും ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ എനിവേ നമുക്ക് കുറച്ച് ഗൈഡൻസ് മെസ്സേജസ് കൂടി ഇതിൽ ഒരാക്കളിൽ നോക്കാം എന്താ പറയുന്നത്. റണ്ണർ, ഇൻസെപ്പറബിൾ, ന്യൂ ചാപ്റ്റർ, ആബ്സെൻസ്, ഓ മൈ ഗോഡ്, ഡിസഗ്രിമെന്റ്സ്,
ബ്യൂട്ടിഫുൾ. ഓക്കെ, നമ്മുടെ കാർഡ്സിൻ്റെ അതേ മാച്ച് തന്നെയാണ് വന്നത്. അപ്പം നമുക്ക് എനർജി കിട്ടിയത് കറക്റ്റാണ്. റണ്ണർ, ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനി മോർ. നിങ്ങളുടെ പേഴ്സൺ ഇനി ഓടണ്ട എന്നാണ് പറയുന്നത്. ഞാൻ ഇത്രയും കാലം ഓടിക്കൊണ്ടിരുന്നു, ഇനി ഞാൻ ഓടുന്നില്ല, എന്നെ പിടിച്ചോ എന്നാണ് പറയുന്നത്. എന്നെ പിടിച്ചോ, എന്നെ വിടണ്ട. ഏതെല്ലാം ഉണ്ടല്ലോ, എന്നെ ഒന്ന് പിടിക്കിയെന്ന് പോലെ ആരോ പറയണായിട്ട്, ഏതോ സിനിമയിൽ പറയണായിട്ടുണ്ട്. എനിവേസ് ഇവിടെ റണ്ണർ എനർജി, അവർ ഓടിക്കൊണ്ടിരുന്ന ആളിപ്പോൾ ഓട്ടം നിർത്തി. അതാണ് ഇപ്പോൾ സംഭവം ഉണ്ടായത്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനി മോർ. ഇനി പക്ഷെ നിങ്ങൾ ചേസ് ചെയ്യരുത്. ഇത് നിങ്ങളിൽ ആ മാറ്റം നിങ്ങൾ കൊണ്ടുവന്നാലേ ഈ എനർജി ചേഞ്ച് നിങ്ങൾ കാണുള്ളൂ, അത് മറക്കരുത്. സോ ഇവിടെ കാണുന്നത് നിങ്ങൾ ചേസ് ചെയ്യൽ നിർത്തിയപ്പോൾ അവർ ഓടൽ നിർത്തി, ഓട്ടം നിർത്തി. ഓക്കെ, ഇൻസെപ്പറബിൾ. അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. എത്ര ദൂരെ ആയിരുന്നാലും ശരി, നമ്മൾ തമ്മിൽ പിരിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ന്യൂ ചാപ്റ്റർ, യെസ് ഡെഫിനറ്റ്ലി ഐ എം ട്രൈങ് ടു മൂവ് ഓൺ എന്നത് മൂവ് ഓൺ അല്ല, സോറി, ഐ ഡോണ്ട് തിങ്ക് നമുക്ക് ന്യൂ ചാപ്റ്റർ എന്നുള്ളത് എടുക്കാം. നമ്മൾ ഈ സോൺസ് ഒക്കെ കണ്ടിരുന്നു, ന്യൂ ബിഗിനിങ്. ഓക്കെ, ന്യൂ ബിഗിനിങ് ആണ് വരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. വീണ്ടും ഒരു റീയൂണിയൻ വരുന്നു എന്ന രീതിക്കാണ് കാണുന്നത്. ഓൾറെഡി വന്ന് കാണാം, അല്ലെങ്കിൽ വരും, തീർച്ചയായിട്ടും വരും. ആബ്സെൻസ്, നിങ്ങളുടെ ആബ്സെൻസ്, ഐ ഫെൽറ്റ് ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഇസ് മിസ്സിംഗ് വിത്തൗട്ട് യെസ്. അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. നിങ്ങൾ മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസ്, നിങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നത്. അവർക്കൊരു എംപ്റ്റിനെസ് ആയിരുന്നു, അവരെ പാർട്ട് തന്നെ മിസ് ചെയ്യുന്ന പോലെയായിരുന്നു അവർക്ക് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ മിസ്സിങ് എനർജി തീർച്ചയായിട്ടും ഉണ്ട്. ഡിസഗ്രിമെൻറ്റ്സ്, ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. ബട്ട് എന്ത് തന്നെയാലും ഇപ്പം നിങ്ങൾ അങ്ങനെ വിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ വീണ്ടും നിങ്ങൾ തമ്മിലൊന്ന് പറഞ്ഞ് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരണം എന്നാണ് ചിന്തിക്കുന്നത്. അൺസാറ്റിസ്ഫൈഡ്, ഐ വാസൻ ഹാപ്പി ദ വേ തിങ്സ് വർ ഗോയിങ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അത്രയ്ക്ക് ഹാപ്പി അല്ല, ഇപ്പം നിങ്ങളെ പിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഹാപ്പി അല്ല. ഓക്കെ, ആൻഡ് റീയൂണിയൻ ഞാൻ പറഞ്ഞു. സോ യെസ്, തീർച്ചയായിട്ടും വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. നിങ്ങൾ തമ്മിൽ എവിടെയൊക്കെ പോയാലും, ഇൻസെപ്പറബിളും അത് തന്നെയല്ലേ പറയുന്നത്. എവിടെയൊക്കെ പോയാലും ശരി, എത്ര ദൂരെ ആയാലും ശരി, നമ്മൾ പിരിയുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ പക്ഷേ ആ റണ്ണർ ചേസർ ഡൈനാമിക്സ് ആണ് മാറുന്നത്, അതാണ് മാറേണ്ടതും. ഓക്കെ, സോ നിങ്ങളിൽ മാറ്റങ്ങൾ നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മാറ്റം വരുത്തുക, ചേഞ്ചസ് കൊണ്ടുവരാം. ഓക്കെ, എന്തായാലും ശരി, നല്ലൊരു റീഡിങ്, പോസിറ്റീവ് റീഡിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.